ഇറ്റലിയിലെ ആസ്തിയിൽ 1535 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. കോളിജിയേറ്റ് ദേവാലയത്തിലെ പ്രധാന അൾത്താരയിൽ പ്രധാന പുരോഹിതനായ ഫാദർ ഡൊമിനിക്കോ രാവിലെയുള്ള ദിവ്യബലി അർപ്പിക്കുന്ന സമയം തിരുവോസ്തി മുറിച്ചപ്പോൾ മുറിച്ച ഭാഗം മുഴുവൻ ചുവന്ന നിറമാകുകയും രക്തം പുറത്തേക്ക് ഒഴുകുകയും ചെയ്തു. 3 തുള്ളി രക്തം കാസയിലേക്ക് ഒഴുകി വീഴുകയും 1 തുള്ളി തിരുവോസ്തിയുടെ അരികുഭാഗത്ത് തന്നെ നിൽക്കുകയും ചെയ്തു. ഡൊമിനിക്കോ അച്ഛൻ ദിവ്യബലി തുടരുക തന്നെ ചെയ്തു. എന്നാൽ തിരുവോസ്തി മുറിച്ച് കാസയിലേക്കിട്ട നേരം തിരുവോസ്തിയിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകിയിറങ്ങി. വൈദികന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് ബലിപീഠത്തിനരികെ വന്ന് അത്ഭുതം കാണാൻ ആവശ്യപ്പെട്ടു. ദേവാലയത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം അത്ഭുതം കണ്ടു. പുരോഹിതൻ തിരുവോസ്തി നാവിൽ സ്വീകരിച്ചപ്പോൾ രക്തം അപ്രത്യക്ഷമാവുകയും തിരുവോസ്തി പഴയ പോലെ ആവുകയും സാധാരണ ഓസ്തിയുടെ രുചി തന്നെയായി തീരുകയും ചെയ്തു. 1535 ജൂലൈ 25 ഈ സംഭവം ഉണ്ടായത്. പിന്നീട് പോൾ മൂന്നാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു: ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ദിവസം ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന സാൻ സൊക്കെന്തോ ദേവാലയം സന്ദർശിക്കുകയും 3 സ്വർഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിന് കാഴ്ചവെക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്ന രേഖകൾ അനുസരിച്ച് അവിശ്വാസികളായ ധാരാളം പട്ടാളക്കാർ ഈ സംഭവത്തോടെ വിശ്വാസികളായി മാറിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുരക്തം ചൊരിഞ്ഞ് അനേകരെ മാനസാന്തരത്തിലേക്കും സത്യവിശ്വാസത്തിലേക്കും നയിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനുദിന ദിവ്യബലിയിൽ അങ്ങേ തിരുശരീരവും തിരുരക്തവും വിശ്വാസ നയനങ്ങളാൽ ദർശിച്ച് അനേകർ അങ്ങേ സത്യസഭയിൽ വന്നണയുന്നതിന് അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.